ഒരു ഭംഗി എത്ര തന്നെ വർണ്ണിച്ചാലും മതിയാവില്ല. പ്രകൃതിയും മനുഷ്യനും പക്ഷി മൃഗാദികളും എല്ലാം എത്ര ഐക്യത്തിലാണ് ഇവിടെ കഴിയുന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ അപാരമായ ബന്ധമാണുള്ളത്. മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും ഭിന്നനല്ല, മനുഷ്യൻ പ്രകൃതിയുടെ തന്നെ ഭാഗമാണ്. പ്രാണവായുവിന്റെ ശുദ്ധീകരണം നടക്കണമെങ്കിൽ സസ്യലതാദികൾ വേണം. അന്തരീക്ഷ ശുദ്ധി ഇല്ലാതിരിക്കുമ്പോൾ പ്രാണവായു ദൂഷിക്കുന്നു, നമ്മൾ നിരവധി രോഗങ്ങൾക്ക് അടിമയാകുന്നു. അങ്ങനെ ഒരിക്കലും മാറാതെ രോഗങ്ങൾക്ക് അടിമയായി തീരുന്നു. പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുമ്പോഴാണ് നമുക്ക് മനസ്സിന് ശാന്തിയും കുളിർമയും ലഭിക്കുന്നത്. പ്രകൃതിയിലുള്ള ഏതൊരു മാറ്റവും മനുഷ്യനെ സാരമായി ബാധിക്കും. അതുപോലെ തന്നെ മനുഷ്യനിൽ ഉണ്ടാകുന്ന ചിന്തകളും പ്രവൃത്തികളും പ്രകൃതിയിലും ബാധിക്കും. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. അപ്പോൾ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മെ തന്നെയാണ് സംരക്ഷിക്കുന്നത്. പ്രകൃതിയെ ദുഷിപ്പിക്കുമ്പോൾ നമ്മെ തന്നെയാണ് ദുഷിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുമ്പോഴാണ് നമ്മൾക്ക് ആരോഗ്യവും ആയുസ്സും ഒക്കെ നീട്ടിക്കിട്ടുന്നത്. മറ്റു ജീവികളൊന്നും പ്രകൃതിയെ ദുഷിപ്പിക്കുന്നില്ല, മനുഷ്യൻ മാത്രമാണ് പ്രകൃതിയെ ദുഷിപ്പിക്കുന്നത്. മനുഷ്യന്റെ ഈ ദുഷ്പ്രവൃത്തി കാരണം മറ്റു മൃഗങ്ങളും കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നു. നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ കാട്ടിലൂടെയും മറ്റും ഉള്ള റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ഭക്ഷണ സാധനങ്ങളും മറ്റും കാട്ടിലേക്ക് വലിച്ചെറിയും. മൃഗങ്ങൾ അതിൻ്റെ സ്വാദ് കൊണ്ട് പ്ലാസ്റ്റിക് അടക്കം ഭക്ഷിക്കുകയും അവ മരണത്തിനിടയാകുകയും ചെയ്യുന്നു. ഇതെല്ലാം മനുഷ്യന്റെ ദുഷ്പ്രവൃത്തി കാരണം ഉണ്ടാകുന്നതാണ്. നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചിരുന്നു. അവർ പ്രകൃതിയെ അമ്മയായി ഈശ്വരനായി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാ ഐശ്വര്യവും കൈവന്നിരുന്നു, രോഗങ്ങളും കുറവായിരുന്നു. ഇന്ന് മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെടാത്തവരായി ആരും തന്നെ ഇല്ല. ഇന്ന് എല്ലാവർക്കും ഓരോ തരത്തിലുള്ള അസുഖങ്ങളാണ്. ഇന്ന് ലോക ജനസംഖ്യയിൽ 30% ആൾക്കാരും പ്രമേഹ രോഗികളാണെന്നാണ് പറയുന്നത്. അതുപോലെ ക്യാൻസർ രോഗികളുടെ എണ്ണവും കുറവല്ല. ഇന്ന് അരി വാങ്ങിക്കുന്നതിനേക്കാൾ പണം മരുന്ന് വാങ്ങാൻ ചെലവാക്കേണ്ടി വരുന്നു. പുറത്തു നിന്ന് നോക്കിയാൽ വലിയ വീട്ടിന്റെ മുകളിലെല്ലാം എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്നു. എന്നാൽ ആ വീട്ടിൽ ചെന്നാൽ നമുക്കറിയാൻ കഴിയും, ആർക്കും ഒരു സ്വസ്ഥതയില്ല, ശാന്തതയില്ല. എന്താണ് നിങ്ങളിങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയും, അമ്മയ്ക്ക് പ്രഷറും ഷുഗറും കൂടുതലാണ്, അച്ഛന് ക്യാൻസറാണ്. അച്ഛനെയും അമ്മയെയും ഓർത്തിട്ട് മക്കൾക്കും ആകെ അസ്വസ്ഥത. ഇതാണ് ഇന്നത്തെ അവസ്ഥ. കാളവണ്ടിയിൽ നിന്നും ജെറ്റ് വിമാനത്തിലേക്ക് ഭാഗ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മനുഷ്യന്റെ മനോനിലയിൽ വേണ്ടത്ര പരിവർത്തനം വന്നിട്ടില്ല. മനുഷ്യൻ ഇപ്പോഴും അശാന്തനാണ്. ഇന്ന് മനുഷ്യന് സ്വന്തം വീട്ടിന്റെ മുറിയിലിരുന്നു കൊണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന പരിപാടികളും കാണുവാനും പഠിക്കുവാനും അറിയുവാനും എല്ലാം കഴിയും. പക്ഷേ AC റൂമിൽ കിടന്ന് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണവും കുറവല്ല. ഇതെല്ലാം എന്താണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ മനുഷ്യന്റെ തെറ്റായ പ്രവൃത്തിയുടെ ഫലമാണ്. നമ്മൾ കാര്യങ്ങൾ ബുദ്ധിതലത്തിൽ വിലയിരുത്തും തോറും അല്ലെങ്കിൽ ശാസ്ത്രീയമായി വീക്ഷിക്കും തോറും മനുഷ്യനിലെ വിശാലത നഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. മനുഷ്യൻ ഇന്ന് പ്രകൃതിയെ തന്റെ സ്വന്തം സ്വാർത്ഥത നിറവേറ്റാനുള്ള വെറുമൊരു ഉപകരണമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക, വലിയവനായി തീരുക, സുഖമായി ജീവിക്കുക, ഈ ഒരു ചിന്താഗതിയാണ് ഓരോരുത്തർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു ചതിയും വഞ്ചനയും ചെയ്യാൻ മടിയില്ലാത്തവരായി നമ്മൾ തീർന്നിരിക്കുകയാണ്. എവിടെ നോക്കിയാലും സംഘർഷങ്ങളും സംഘട്ടനങ്ങളും. ഇതിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കണം. പ്രകൃതി തന്നെയാണ് നമ്മുടെ പ്രാണനായിട്ട് നമുക്കുള്ളത്. പ്രകൃതി ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും തന്നെ ഇല്ല. പ്രകൃതി ദുഷിച്ചാൽ എല്ലാം ദുഷിച്ചു. ഇന്ന് എല്ലാ നിലയിലും പ്രകൃതി മലിനമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൂർവികരായവർ പ്രകൃതിയുടെ അമ്മയായി കണ്ടു. പ്രകൃതിയുടെ മടിത്തട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന ബോധം അവർക്കുണ്ടായിരുന്നു. ഈശ്വരൻ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നിട്ടുള്ള ഒരു മനോഹരമായ വാസസ്ഥലമാണ് ഈ പ്രകൃതി. ഈ പ്രകൃതിയിലെ കുന്നുകളും മലകളും തോടുകളും പുഴകളും നിറഞ്ഞ പ്രകൃതിയിൽ മനുഷ്യന്റെ അമിതമായ സ്വാർത്ഥത കാരണമുള്ള കടന്നുകയറ്റം കാരണം പ്രകൃതിയുടെ താളലയം തെറ്റിയിരിക്കുന്നു.
അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ദുരിതം ഇത്രയും അനുഭവിക്കേണ്ടി വരുന്നത്. വയലുകൾ ഇടിച്ചു നിരത്തി, അതുപോലെ മലകൾ ഇടിച്ചു നിരത്തി, റിസോർട്ടുകൾ വന്നു, വീടുകൾ വന്നു. അങ്ങനെ പ്രകൃതിയുടെ താളം തെറ്റി. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ദുരിതവും നമ്മെ പിടികൂടുന്നു. ഈ പക്ഷി മൃഗാദികളും മനുഷ്യനും എല്ലാം അടങ്ങിയ ഈ പ്രകൃതിയിൽ നമുക്ക് ജീവിക്കേണ്ട എല്ലാ വിഭവങ്ങളും ധാരാളമുണ്ട്. അതിന് നമ്മൾ വേണ്ട രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ നാളെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രകൃതി സംരക്ഷണം നമ്മുടെ ജീവിതത്തിൻ്റെ വ്രതമാക്കി മാറ്റേണ്ടത് ആവശ്യമാണ്. ഇന്ന് പ്രകൃതി എല്ലാ നിലയിലും മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രകൃതി സംരക്ഷണത്തിനും മാലിന്യ നിർമ്മാർജ്ജത്തിനും ഉതകുന്ന പരിപാടികൾ ആവിഷ്കരിച്ച് നടത്താൻ എല്ലാ സന്നദ്ധ സംഘടനകളും മുന്നോട്ട് വരേണ്ടത് ആവശ്യമാണ്. പ്രകൃതി മലിനമാകുന്നത് ഒരു രാജ്യത്തിൻ്റെ മാത്രം കാര്യമല്ല, ലോകം മുഴുവൻ അതിൻ്റെ അലയടി ദൃശ്യമാണ്. നിരന്തരമായി വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളുടെ പുക അന്തരീക്ഷത്തെ മലിനമാക്കുന്നു. അങ്ങനെ കാർബണിൻ്റെ അംശം അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്നു. ഇങ്ങനെ എല്ലാ നിലയിലും നമ്മൾ ഇന്ന് കഷ്ടത്തിലാണ്. അതുകൊണ്ട് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം പ്രകൃതിയുടെ ഗ്രാമത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്ന തലത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് സ്കൂളിലും കോളേജിലും എല്ലാം കുട്ടികളെ പഠിപ്പിക്കണം. ഇന്നത്തെ നമ്മുടെ യുവതലമുറ പ്രകൃതിയിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെ മാനസിക സംഘർഷം വിട്ട് പിരിയുന്നുമില്ല. കുട്ടികൾ വീട്ടിന് ചുറ്റും പച്ചക്കറി കൃഷി ചെയ്തും ചെടികൾ നട്ടു വളർത്തിയും അതിന് വെള്ളവും വളവും നൽകി പരിചരിച്ചും ഒരു ശീലം വളർത്തിയെടുക്കണം. അപ്പോൾ അവരിൽ ക്ഷമയും സഹനവും ശാന്തിയും ഒക്കെ കൈവരും. ഇങ്ങനെ നമ്മൾ പ്രകൃതി നമ്മുടെ അമ്മയാണെന്നുള്ള ബോധത്തോടു കൂടി എല്ലാവരും ജീവിക്കുമ്പോൾ നമുക്കെല്ലാ ഐശ്വര്യവും കൈവരും. നല്ല അന്തരീക്ഷം ശുദ്ധമാകുമ്പോൾ നല്ല പ്രാണവായു ശ്വസിക്കാൻ കഴിയും. അപ്പോൾ രോഗങ്ങളും കുറയും. അങ്ങനെ നമുക്കെല്ലാവർക്കും പരസ്പര ഐക്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി കഴിയുവാൻ വേണ്ടി കഴിയും.